ലോക ചാപ്റ്റർ 2 ചാത്തന്മാർ വരും. ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ചാർട്ടിലെത്തിയ സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റം നേടിയ ഈ സിനിമ സമീപകാലത്തൊന്നും മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടില്ലാത്തത്ര പ്രേക്ഷക പിന്തുണ നേടിയിരിക്കുന്നു. ആദ്യമൊന്നും വലിയ ഹൈപ്പ് കൊണ്ടുവരാതിരുന്ന ഈ സിനിമ പതിയെ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് സൂപ്പർ ഹിറ്റിലേക്ക് മാറുകയായിരുന്നു. ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷനിലാണ് ഡാർക്ക് ഫാൻറ്റസി സൂപ്പർ ഹീറോ ചിത്രമായ ലോക നിർമ്മിച്ചിരിക്കുന്നത്. ലോക ചാപ്റ്റർ 1-ൽ കല്യാണി പ്രിയദർശനും നസ്റിനും തകർത്ത് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒടിയനായി വന്ന ദുൽഖറിനെക്കുറിച്ചും ചാത്തനായി വന്ന ടൊവിനോയെക്കുറിച്ചുമാണ് പ്രേക്ഷകർ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൊവിനോ തോമസ് അവതരിപ്പിച്ച ചാത്തൻ എന്ന ക്യാരക്ടർ ഹൈന്ദവ പുരാണത്തിൽ നിന്നെടുത്ത ഒരു മിത്താണ്. തീയർ, പണിക്കർ, കളരിപ്പണിക്കർ എന്നിവർ ആരാധിക്കുന്ന ഒരു ഉപാസനാ മൂർത്തിയാണ് ചാത്തൻ. 390-ൽ പരം ചാത്തന്മാർ ഉണ്ടെന്നാണ് വിശ്വാസം. ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ലോക ചാപ്റ്റർ 1 അവസാനിച്ചത്. മായക്കാഴ്ചകൾ കാണിച്ചു നടക്കുന്നവനും ഐശ്വര്യവും അഭിവൃദ്ധിയും അനുഗ്രഹവും നൽകുന്നവനുമാണ് ചാത്തൻ എന്നാണ് വിശ്വാസം. ലോക 2-ൽ അതായത് ചാപ്റ്റർ 2-ൽ ചാത്തൻ്റെ കഥയാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 390 ചാത്തന്മാരെക്കുറിച്ചും ചാത്തൻ്റെ 2ാം വരവിനെക്കുറിച്ചുമാണ്. ലോക ചാപ്റ്റർ 2-ൻ്റെ റിലീസിങ്ങിന് മുന്നോടിയായി ടൊവിനോ തോമസും ദുൽഖറും അഭിനയിച്ച ടീസർ അണിയറ പ്രവർത്തകർ ഇതിനോടകം നേരത്തെ പുറത്തുവിട്ടിരിക്കുന്നു. ഏകദേശം 57 ലക്ഷത്തിലധികം ആളുകൾ ഈ ടീസർ കാണുകയും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷമായിരിക്കും ഈ സിനിമ റിലീസാവുന്നത്. ആ കാത്തിരിപ്പിലാണ് ആസ്വാദകർ. ദുൽഖറിൻ്റെ ഒടിയനും ടൊവിനോയുടെ ചാത്തനും ഈ സിനിമയിൽ നിർണായകമായേക്കും. ലോക ചാപ്റ്റർ 1-ലെ ക്യൂൻ ഓഫ് ദി നൈറ്റ് എന്ന സോങ് ഇതിനോടകം പ്രേക്ഷകർക്കിടയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഈ ഗാനരംഗത്തിനിടയിൽ കുറച്ച് പുസ്തകങ്ങൾ കാണിക്കുന്നുണ്ട്. അത് ആസ്വാദകർക്കിടയിൽ വളരെയധികം ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. എറിക് വോൺ ഡാനിക്കേൻ എഴുതിയ ഇമ്പോസിബിൾ ട്രൂത്ത് ആണ് അതിലൊന്ന്. ഈ പുസ്തകങ്ങൾ കൂടി മനസ്സിൽ വെച്ചിട്ടാകണം പ്രേക്ഷകർ ലോക എന്ന സിനിമയുടെ വരും ഭാഗങ്ങൾ കാണേണ്ടത്. അനാദികാലം മുതൽക്കേ ഭൂമിയിലുള്ള അന്യഗ്രഹ ജീവികളുടെ സ്വാധീനത്തെക്കുറിച്ചാണ് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത്. ഇദ്ദേഹം തന്നെ എഴുതിയ ദ ഗോഡ്സ് വെയർ ആസ്ട്രോനട്സ് എന്ന പുസ്തകവും ദ വാർ ഓഫ് ദ ഗോഡ്സ് എന്ന പുസ്തകവും ലോക ചാപ്റ്റർ 1-ൽ കാണിക്കുന്നുണ്ട്. നക്ഷത്ര സമൂഹങ്ങൾ തമ്മിലുണ്ടായ യുദ്ധങ്ങളെപ്പറ്റിയാണ് ഇവയിലൊക്കെ പരാമർശിക്കുന്നത്. നമ്മുടെ മിത്തുകൾക്ക് ഭൂമിക്ക് പുറത്തുള്ള ബന്ധങ്ങളെക്കുറിച്ച് ഈ പുസ്തകങ്ങളിൽ പഠനവിധേയമാകുന്നു. ഈ പുസ്തകങ്ങൾ ലോക എന്ന സിനിമ എന്താണെന്നുള്ള സൂചനയാണ് നൽകുന്നത്. എന്തായാലും നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം ലോകയുടെ തുറന്നുള്ള ഭാഗങ്ങൾക്കായി.